കാസർഗോഡ് കടലിലിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. ബംഗളൂരു സ്വദേശി മീർ മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് മുഹമ്മദ് ഷാഫിയും കുടുംബവും ഒഗ്രാലിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത്. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഗോരഖ്പൂർ സ്വദേശി അമർദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം അഞ്ചൽ ഏരൂരിൽ പാമ്പ് പിടുത്തക്കാരന് പാമ്പ് കടിയേറ്റ് മരിച്ചു. മരിച്ചത് ഏരൂർ സ്വദേശി സജു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊല്ലം അഞ്ചൽ കോമളത്ത് ഓട്ടോയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അഞ്ചൽ സ്വദേശി അൻസറിനാണ് പരിക്കേറ്റത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. ഊരിക്കുഴി സ്വദേശി ഹസീബ്, അഴീക്കോട് സ്വദേശി സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവർ വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച തുടങ്ങിയ കേസിലെ പ്രതികളാണ്. കൊല്ലം കോർപ്പറേഷനിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് RSPയുടെ പ്രതിഷേധ മാർച്ച് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കേരള മഹിളാ സംഘം ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഠന ക്യാമ്പ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷപ്പെടുത്തി യുവതിയെ വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സുഹ്റാം വാളിക്കലിനെ വനിതാ ലീഗ് പ്രസിഡന്റ് സുജിറ ഹാരിസ് ഉപഹാരം നൽകി. തൃശൂർ സോഡ ഉൽപാദന വിതരണ ചെറുകിട തൊഴിൽ സംരംഭകർ പുറത്തിറക്കുന്ന മാസ് K20 മിനറൽ വാട്ടറിന്റെ ലോഞ്ചിംഗ് മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പൊന്നം പൊതുജന വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെയും 75ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം ഉറിയാക്കോട് 7 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതി പിടിയിലായത് ഉറിയാക്കോട് സ്വദേശി സെൽവരാജ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.